കച്ച് രണോത്സവം എന്നത് വെറുമൊരു ഉത്സവം മാത്രമല്ല, കച്ചിലെ വെളുത്ത മരുഭൂമിയുടെ ആകാശത്തിന് കീഴിൽ ഇന്ത്യ അതിൻ്റെ സംസ്കാരവും അഭിമാനവും സ്വത്വവും ആഘോഷിക്കുന്ന ഇടമാണ്. വൈറ്റ് റാൻ എന്നറിയപ്പെടുന്ന ഗുജറാത്തിലെ കച്ച് മരുഭൂമിയിൽ എല്ലാ ശൈത്യകാലത്തും നടന്നുവരുന്ന ഒരു വാർഷിക ഉത്സവമാണ് കച്ച് രണോത്സവം. പലരും ഇതിനെ വിനോദസഞ്ചാരമായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇത് അതിനും അപ്പുറമാണ്. കച്ചിന്റെ യഥാർത്ഥ സംസ്കാരവും നാടൻപാട്ടുകളും നൃത്തങ്ങളും കരകൗശല വിദ്യകളും പാരമ്പര്യവും ജീവിത രീതിയും ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് രണോത്സവം ആരംഭിച്ചത്. എല്ലാ വർഷവും ഈ വെള്ള മരുഭൂമി ഒരു സാംസ്കാരിക വേദിയായി മാറുന്നു. തുറന്ന ആകാശത്തിന് കീഴിൽ ഗർബയും നാടൻ പ്രകടനങ്ങളും പ്രാദേശിക കലകളും കച്ചിന്റെ പാരമ്പര്യങ്ങളും അരങ്ങേറുന്നു. എന്നാൽ രണോത്സവം വെറും ആഘോഷം മാത്രമല്ല. 2001 ഭൂകമ്പത്തിന് ശേഷം കെട്ടിടങ്ങളെക്കാളും റോഡുകളെക്കാളും അധികം കച്ചിന് ആവശ്യമായിരുന്നത് ആത്മവിശ്വാസമായിരുന്നു. കച്ചിന് അഭിമാനം വീണ്ടെടുക്കേണ്ടിയിരുന്നു. രണോത്സവം അത് തിരികെ കൊണ്ടുവരാൻ സഹായിച്ചു. പ്രാദേശിക കലാകാരന്മാർക്ക് അവിടെ പ്രധാന സ്ഥാനം നൽകി. കച്ച് എംബ്രോയിഡറി, റോഗൻ ആർട്ട്, ഭുജോടി നെയ്ത്ത്, നാടൻ കലാകാരന്മാർ തുടങ്ങിയവർക്ക് മുൻഗണന ലഭിച്ചു. അവിടെ സംസ്കാരം ഒരു തൊഴിലായി മാറി, പാരമ്പര്യം ഒരു കരുത്തായി മാറി. ഒരു അതിർത്തി പ്രദേശത്ത് സംസ്കാരം ആഘോഷിക്കുന്നതിലൂടെ രണോത്സവം ഒരുമയുടെ വലിയൊരു ബോധം സൃഷ്ടിച്ചു. മനുഷ്യർ സ്വന്തം വേരുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആ പ്രദേശം ശക്തമാകും. വളരെക്കാലം മരുഭൂമികളെ ശൂന്യമായ ഭൂമി എന്നാണ് വിളിച്ചിരുന്നത്. രണോത്സവം ആ ചിന്താഗതി തിരുത്തി. സംസ്കാരവും സ്വത്വവും നിലനിൽക്കുമ്പോൾ മണ്ണിന് മൂല്യമുണ്ടെന്ന് അത് കാണിച്ചു തന്നു. വൈറ്റ് റണ്ണിന്റെ ആകാശത്തിന് കീഴിൽ ഇന്ത്യ പുതുതായി എന്തെങ്കിലും സൃഷ്ടിക്കുകയല്ല, മറിച്ച് കാലങ്ങളായി താൻ എന്താണോ അത് ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്.